നമസ്കാരം, ദൃശ്യവാർത്തകളിലേക്ക് സ്വാഗതം. തലയോലപ്പറമ്പിലെ പഞ്ചായത്ത് വക ആംബുലൻസ് ചരക്ക് വാഹനമായി ഉപയോഗിച്ചെന്ന ആരോപണവുമായി കോൺഗ്രസ് അംഗങ്ങൾ. പഞ്ചായത്തിലേക്ക് അടുത്ത 5 വർഷത്തേക്കുള്ള ഫയലുകളും മിനിറ്റ്സ് ബുക്കും അടക്കമുള്ള സ്റ്റേഷനറി സാധനങ്ങൾ വാങ്ങുവാൻ ആംബുലൻസ് പാലക്കാട് ഗ്രാമലക്ഷ്മിയിലേക്ക് പോയെന്നാണ് ആരോപണം ഉയരുന്നത്. പാവപ്പെട്ട രോഗികൾക്കായി സൗത്ത് ഇന്ത്യൻ ബാങ്ക് വാങ്ങി നൽകിയ ആംബുലൻസ് പഞ്ചായത്തിലേക്ക് അടുത്ത 5 വർഷത്തേക്കുള്ള ഫയലുകളും മിനിറ്റ്സ് ബുക്കും അടക്കമുള്ള സ്റ്റേഷനറി സാധനങ്ങൾ വാങ്ങുവാൻ സർക്കാർ പ്രസ്സായ പാലക്കാട് ഗ്രാമലക്ഷ്മിയിലേക്ക് കൊണ്ടുപോയി എന്നാണ് ആരോപണം ഉയരുന്നത്. വെള്ളിയാഴ്ച വൈകിട്ട് പഞ്ചായത്തിന് മുന്നിൽ ആംബുലൻസ് പാർക്ക് ചെയ്ത് ജീവനക്കാർ സാധനങ്ങൾ പുറത്തേക്ക് ഇറക്കുമ്പോഴാണ് സംഭവം പുറത്തറിയുന്നത്. ജനങ്ങളുടെ ജീവൻ സംരക്ഷിക്കുന്നതിനു വേണ്ടി ഉപയോഗിക്കേണ്ട വാഹനം ക്രമവിരുദ്ധമായി ചട്ടങ്ങൾ കാറ്റിൽ പറത്തിക്കൊണ്ട് ഭരണസമിതി ഈ രീതിയിൽ ഉപയോഗിച്ചതിനെതിരെ നടപടിയുണ്ടാകണമെന്ന് കോൺഗ്രസ് അംഗവും പഞ്ചായത്ത് മെമ്പറും കൂടിയായ ജോസ് വേലിക്കകം ആവശ്യപ്പെട്ടു. നിയമപരമായും രാഷ്ട്രീയപരമായും ഞങ്ങൾ നടപടി സ്വീകരിക്കും. നിയമപരമായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഞ്ചായത്തിൻ്റെ ഈ വാഹനം ദുരുപയോഗം ചെയ്തതിന് അനവധി ശിക്ഷ നടപടികൾ ഈ പഞ്ചായത്തിനെതിരെ നമുക്ക് RTOയിലൂടെയും DDPയിലൂടെയും നമുക്ക് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റും. കാരണം DDPക്കും RDOയ്ക്കും ഇത് RDO ഈ ആംബുലൻസ് കൊടുക്കുക എന്ന് പറയുന്നത് തന്നെ ജനങ്ങളുടെ അത്യാഹിതം ഉണ്ടാകുമ്പോൾ അവിടെ ഓടിയെത്തി അവരെ ആശുപത്രികളിലും മറ്റും കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടാണ്. ഇതൊരു ചരക്ക് വണ്ടിയായിട്ട് മാറ്റിയിരി. അതാണ് ഏറ്റവും ഗുരുതരമായ തെറ്റ്. അവിടുന്ന് ഈ സാധനങ്ങൾ നമ്മൾ പൈസ അടച്ച് ബുക്ക് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ KRS മുഖാന്തരം ഇത് തലയോലപ്പറമ്പ് പഞ്ചായത്തിൽ എത്തുമായിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് ആംബുലൻസിനെ ഒരു ദിവസം മുഴുവൻ ആംബുലൻസിന്റെ പ്രവർത്തനം മരവിപ്പിച്ചുകൊണ്ട് അവർ പാലക്കാടിന് അയച്ചത്. ക്രമവിരുദ്ധമായി ആംബുലൻസ് ഉപയോഗിച്ചവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ തലയോലപ്പറമ്പ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശക്തമായ സമരപരിപാടികൾ ആരംഭിക്കുമെന്നും അവർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, വൈക്കം. CSI മധ്യ കേരള മഹായിടവക സ്ത്രീജന സഖ്യത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന വനിതാരവം കുടുംബസംഗമം പുന്നവേലി, മല്ലപ്പള്ളി, മുണ്ടക്കയം, വൈദിക ജില്ലകളുടെ സംയുക്താഭിമുഖ്യത്തിൽ ഞായറാഴ്ച ഉച്ചയ്ക്ക് 2 മണി മുതൽ രാത്രി 10 മണി വരെ പുന്നവേലി CMS ഹൈസ്കൂൾ മൈതാനത്ത് നടക്കുമെന്ന് ജനറൽ കൺവീനർ റവറൻ ഷിബിൻ വർഗീസ് പറഞ്ഞു. പ്രേക്ഷിത പ്രവർത്തനങ്ങൾക്കും ജീവകാരുണ്യ ഉദ്യമങ്ങൾക്കുമുള്ള ധനസമാഹരണാർത്ഥം നടത്തുന്ന മഹാസംഗമം മധ്യകേരള മഹായിടവക അധ്യക്ഷൻ റൈറ്റ് റവറൻ ഡോക്ടർ മലയിൽ സാബു കൂശി ചെറിയാൻ ഉദ്ഘാടനം ചെയ്യും. സ്ത്രീജന സഖ്യം പ്രസിഡന്റ് ഡോക്ടർ ജെസി സാറ കൂശി അധ്യക്ഷയായിരിക്കും. 3 വൈദിക ജില്ലകളിലെ മുഴുവൻ സഭകളുടെയും നേതൃത്വത്തിൽ ഒരുക്കുന്ന വ്യത്യസ്തവും ആകർഷകവുമായ രുചിക്കൂട്ടുകൾ നിറഞ്ഞ ഭക്ഷ്യമേളയും കലാസാംസ്കാരിക പരിപാടികളും ഇതോടനുബന്ധിച്ച് നടക്കുമെന്നും റവറൻ ഷിബിൻ വർഗീസ് പറഞ്ഞു. മധ്യകേരള മഹായിടവക സ്ത്രീജന സഖ്യത്തിൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന വനിതാരവം പരിപാടി അതൊരു ഭക്ഷ്യ സാംസ്കാരിക മേളയാണ്. അതൊരു സൗഹൃദ കൂട്ടായ്മയാണ്. പുന്നവേലി, മല്ലപ്പള്ളി, മുണ്ടക്കയം എന്നീ 3 വൈദിക ജില്ലയിലെ എല്ലാ സഭകളും ഒത്തുചേരുന്ന ഒരു വലിയ കൂട്ടായ്മയുടെ അനുഭവമാണ്. 2025 ഒക്ടോബർ മാസം 26-ാം തീയതി ഞായറാഴ്ച ഉച്ചയ്ക്ക് 2 മണിയോടുകൂടെ ഈ പരിപാടി ആരംഭിക്കുമ്പോൾ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടുകൂടെ റാലിയായി പുന്നവേലി CMS ഹൈസ്കൂൾ ഗ്രൗണ്ടിലേക്ക് എത്തിച്ചേരുകയും അവിടെ വെച്ച് പൊതുസമ്മേളനം നടത്തപ്പെടുകയും തുടർന്ന് വിവിധ സാംസ്കാരിക കലാപരിപാടികൾ വിവിധ സഭകളുടെ നേതൃത്വത്തിൽ നടത്തപ്പെടുകയും ചെയ്യുന്നു. വ്യത്യസ്ത രുചിക്കൂട്ടുകൾ നിറഞ്ഞ ഭക്ഷണ വിഭവങ്ങൾ അതാത് സഭയിലെ സ്ത്രീജനങ്ങൾ എല്ലാവരും പാചകം ചെയ്ത വിഭവങ്ങൾ അന്ന് ഇവിടെ എല്ലാവരും ഒരുമിച്ച് ചേർന്ന് ആ കൂട്ടായ്മയുടെ ഭാഗമാകുന്നു. ഈ വനിതാരവം മഹാസമ്മേളനത്തിനായി പുന്നവേലി CMS ഹൈസ്കൂൾ ഗ്രൗണ്ട് സജ്ജമായി കഴിഞ്ഞു. വിപുലമായ ക്രമീകരണങ്ങളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. വനിതാരവത്തിലൂടെ നാം സമാഹരിക്കുന്ന തുക വളരെ നല്ല കാര്യങ്ങൾക്കായി വിനിയോഗിക്കുന്നു എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും വലിയ സന്തോഷം. 3 പ്രധാന ഉദ്ദേശങ്ങൾക്കായിട്ടാണ് ഈ ധനസമാഹരണം നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത്. ഒന്ന്, മുംബൈയിൽ പ്രവർത്തിക്കുന്ന ഷാലോ മിഷൻ, അത് മധ്യകേരള മഹായിടവകയുടെ ഒരു മിഷനാണ്, പ്രോജക്റ്റാണ്. ചൂഷണം ചെയ്യപ്പെട്ട പെൺകുട്ടികളുടെ റിഹാബിലിറ്റേഷൻ അത് ലക്ഷ്യം വെച്ചുള്ള പ്രത്യേകമായിട്ടുള്ള ഒരു മിഷനാണ്. രാജ്യാന്തര നിലവാരത്തിലുള്ള സ്റ്റേഡിയത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വെള്ളൂർ ഇറുമ്പയത്ത് ത്വരിതഗതിയിൽ നടക്കുമ്പോൾ സമീപവാസികളായ കായിക പ്രേമികൾ ആശങ്കയിലാണ്. ഗ്രൗണ്ട് ഉഴുതുമറിച്ച പാടം പോലെ കിടക്കുകയാണെന്നും ഓപ്പൺ ജിം പ്രവർത്തിക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തിന്റെ ചുറ്റും കമ്പിവേലി വെച്ച് തിരിച്ചതല്ലാതെ യാതൊരു സൗകര്യവും ഒരുക്കാതെയാണ് ഉദ്ഘാടനം നടത്താൻ ഒരുങ്ങുന്നതെന്നുമാണ് ആരോപണം.
പണി പൂർത്തിയാക്കിയതിനു ശേഷം ഉദ്ഘാടനം നടത്തിയാൽ പോരെയെന്നാണ് ചോദ്യം ഉയരുന്നത്. വെള്ളൂർ പഞ്ചായത്തിലെ കായിക ഗ്രാമം എന്നറിയപ്പെടുന്ന ഇറുമ്പയത്ത് സംസ്ഥാന ബജറ്റിൽ അനുവദിച്ച 3 കോടി രൂപ വിനിയോഗിച്ച് നിർമ്മിക്കുന്ന സ്റ്റേഡിയത്തിന്റെ ഉദ്ഘാടനം ഈ വരുന്ന 29-നാണ്. സംസ്ഥാന കായിക വകുപ്പ് മന്ത്രി ബി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്യും. എന്നാൽ ഇവിടെയുള്ള കായിക പ്രേമികൾക്ക് ഇതൊരു സന്തോഷ വാർത്തയല്ല. ഗ്രൗണ്ട് ഉഴുതുമറിച്ച പാടം പോലെ കിടക്കുകയാണെന്നും ഓപ്പൺ ജിം പ്രവർത്തിക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തിന്റെ ചുറ്റും കമ്പിവേലി വെച്ച് തിരിച്ചതല്ലാതെ യാതൊരു പ്രവർത്തനവും നടത്തിയിട്ടില്ല തുടങ്ങിയ ആക്ഷേപങ്ങൾ ഉയരുകയാണ്. കൂടാതെ വാഹനം പാർക്ക് ചെയ്യാനുള്ള സ്ഥലമില്ല എന്നും ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് മുൻപ് ഉദ്ഘാടന മാമാങ്കം നടത്താനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നും നാട്ടുകാർ ആരോപിക്കുന്നു. വർഷങ്ങളായി പന്ത് കളിച്ചുകൊണ്ടിരുന്ന പൊതുസ്ഥലത്ത് അടച്ചുകെട്ടി നാട്ടിലെ കുട്ടികൾക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള അവസരം ഇല്ലാതാക്കി എന്നതാണ് മറ്റൊരു ആക്ഷേപം. ഈ നാടെന്ന് പറയുന്നത് കായികത്തിന് പറ്റ പ്രാധാന്യമുള്ളതാണ്. പക്ഷേ ഞങ്ങൾക്ക് സ്റ്റേഡിയം അത്യാവശ്യമായിരുന്നു. പക്ഷേ സ്റ്റേഡിയം നല്ലത്. പക്ഷേ ഇതുപോലെ ഞങ്ങൾ കെട്ടിയടിച്ച് ഞങ്ങളെ ഇപ്പോഴത്തെ കായിക ലോകത്തെ ഇല്ലാതാക്കുന്ന ഒരു ഇതിലേക്കാണ് പോയേക്കുന്നത് ഞങ്ങളുടെ അറിവ്. അതല്ലാതെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ തലമുറ പിള്ളേർക്ക് നല്ല രീതിയിലൂടെ ഫുട്ബോൾ കളിക്കാനും കായികപരമായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ളൊരു വേദിയായിട്ടാണ് ഞങ്ങൾ ആദ്യം പ്രതീക്ഷിച്ചത്. പക്ഷേ ഇപ്പോൾ അറിഞ്ഞു വന്നേക്കുന്നത് ഇതിനൊരു ടൈം വെച്ച് അവർ ചെയ്യത്തേ ഉള്ളൂ, അല്ലാതെ ഓപ്പണായിട്ട് കൊടുക്കാൻ സാധ്യതയില്ലെന്നാണ് ഞങ്ങളുടെ അറിവ്. പക്ഷേ അത് തെറ്റായ രീതിയാണ്. 29-ന് മുൻപ് ആധുനിക രീതിയിലുള്ള ഒരു കോർട്ട് ഉണ്ടാക്കാൻ സാധിക്കത്തക്ക തരത്തിലുള്ള ഒരു പ്രവർത്തനവും ഇവിടെ നടക്കുന്നില്ല എന്നും ഇവിടെയുള്ളവർ ഉറപ്പിച്ച് പറയുന്നു. 29-ാം തീയതി ഉദ്ഘാടനം ചെയ്യാൻ പോകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ അകത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഈ പശുവിൻ്റെ തൊഴുത്ത് പോലെയാണ് കിടക്കുന്നത്. പക്ഷേ ഇതിന് പലർക്കും ബില്ല് കിട്ടിയില്ല, ബില്ല് കിട്ടാത്തത് കൊണ്ടാണ് ഇതിൻ്റെ പ്രവർത്തനം നടക്കാത്തതെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ പ്രവർത്തനം നടന്നതിന് ശേഷം 29-ാം തീയതി ഉദ്ഘാടനം ചെയ്തതിന് ശേഷം തുടർന്നുള്ള പ്രവർത്തനങ്ങൾ നടക്കുമോ നടക്കുകയില്ലേ എന്നൊരു ചെറിയൊരു സംശയമുണ്ട്. കാരണം ഉദ്ഘാടനം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് പണി പൂർത്തിയായെന്നുള്ളതിൻ്റെ ഒരു ധാരണയാണല്ലോ. അപ്പോൾ പണി പൂർത്തിയായതിനു ശേഷം പിന്നെ അതിൻ്റെ അകത്ത് പിന്നെ പ്രവർത്തനങ്ങളെന്ന് പറഞ്ഞാൽ ഒന്നും നടക്കാറില്ലല്ലോ. പക്ഷേ ഇത് ഇപ്പോൾ ആർക്ക് വേണമെങ്കിലും ശ്രദ്ധിക്കുക, അതിൻ്റെ അകത്തേക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉഴുത കണ്ടം പോലെ കിടക്കുന്നത്. നമ്മൾ വർഷങ്ങളായിട്ട് ഒരു സ്ഥലത്ത് നമ്മൾ പശുവിനെ കെട്ടുമ്പോൾ ആ പശു ഓടി നടക്കുന്ന സ്ഥലം പോലെയാണ് അതിൻ്റെ നടക്കുന്നത്. ഇപ്പോൾ ആരും കളിക്കാത്തൊരു കളിയുടെ ഒരു സ്റ്റേഡിയമാണ് ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്നത്. ബാഡ്മിൻ്റൺ എന്ന് പറഞ്ഞാൽ ഇറുമ്പത്തെ സംബന്ധിച്ച് എത്ര കുഞ്ഞുങ്ങളുടെ ഭാവി അതിൻ്റെ അകത്ത് പോയെന്നറിയാം. അവർ ഇതിൻ്റെ അകത്ത് രാവിലെ മുതൽ ഈ ഹൈമാസ് ലൈറ്റ് വന്നതിന് ശേഷം അന്നാണ് അവർ ശരിക്കും പറഞ്ഞാൽ പന്ത് കളിക്കാർക്ക് പിള്ളേർക്ക് ഒരു ഉത്സാഹം ഉണ്ടാകുന്നത്. അവർ രാവും പകലും കിടന്ന് ഇവർ 7 മണിയായാലും 8 മണിയായാലും 9 മണിയായാലും 10 മണിയായാലും പോയത്. കാരണം ഇത്രയും ഈ ലൈറ്റ് ഒരു പരിമിതിയാണ്. അവരെ സംബന്ധിച്ച് ഇത് ഒന്നും കാണാൻ സാധിക്കാത്ത രീതിയിലുള്ള ഒരു പരിമിതി ലൈറ്റായത്. ഇപ്പോൾ 29-ാം തീയതി ഉദ്ഘാടനം എന്നാണ് പറഞ്ഞത്. 29-ാം തീയതി ഉദ്ഘാടനത്തിന് ശേഷം ഇതിൻ്റെ സ്റ്റേഡിയത്തിലൊക്കെ നോക്കിയാൽ തന്നെ അതിൻ്റെ ശോചനീയാവസ്ഥ മനസ്സിലാകും. സംസ്ഥാന ബജറ്റിൽ അനുവദിച്ച 3 കോടി രൂപ വിനിയോഗിച്ചാണ് സ്റ്റേഡിയത്തിന്റെ നിർമ്മാണം. ഫ്ലഡ് ലൈറ്റ് സൗകര്യങ്ങളോടുകൂടിയ ഓപ്പൺ സ്റ്റേഡിയം, ഇൻഡോർ സ്റ്റേഡിയം, ഓപ്പൺ ജിം, ഡ്രസ് ചേഞ്ചിങ് റൂം, ടോയ്ലറ്റ് ബ്ലോക്ക് എന്നീ സൗകര്യങ്ങളോടെയാണ് നിർമ്മാണം. എന്നാൽ ഈ പറയുന്നവയൊന്നും കൃത്യമായി ഒഴിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ നിർമ്മാണം മുഴുവനായി പൂർത്തീകരിച്ച ശേഷം ഉദ്ഘാടനം നടത്തിയാൽ പോരെയെന്നാണ് നാട്ടുകാരും കായികപ്രേമികളും ചോദിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, വൈക്കം ബ്ലോക്ക് തല ഭാരതീയ പ്രകൃതി കൃഷി കിസാൻ മേളയും കൂൺ ഗ്രാമ പദ്ധതി ഉദ്ഘാടനവും നടന്നു. വൈക്കം MLA CK ആശ ഉദ്ഘാടനം നിർവഹിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ പ്രീത രാജേഷ് അധ്യക്ഷയായി. വൈക്കം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബിജു മുഖ്യപ്രഭാഷണവും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ കൈമാറ്റവും നടത്തി. ഹോർട്ടിക്കൾച്ചറൽ മിഷൻ ഡെപ്യൂട്ടി ഡയറക്ടർ ലെൻസി പദ്ധതി വിശദീകരണം നടത്തി. നഗരസഭാ കൗൺസിലർമാരായ സിന്ധു സജീവൻ, രാധിക ശ്യാം, എബ്രഹാം പഴയക്കടവൻ, രേണുക സതീഷ്, ബിജിമോൾ, കാർഷിക വികസന സമിതി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. വിവിധ പഞ്ചായത്തുകളിൽ നിന്നും കാർഷിക സ്റ്റാളുകൾ കൊണ്ട് വർണ്ണാഭമായിരുന്നു മേള. നമ്മുടെ ജീവിതത്തിൽ നിന്ന് ആ വലിയ ഒരു സംസ്കാരത്തിന്റെ ഭാഗത്തെ നമ്മൾ മാറ്റി നിർത്തുകയും പകരം മറ്റൊരു സംസ്കാരത്തെ കൂട്ടുപിടിക്കുകയും ചെയ്തു എന്നുള്ളത് നമ്മുടെ ജീവിത മേഖലകളിൽ വിവിധ തലങ്ങളിൽ വലിയ പ്രതിസന്ധികൾ തീർത്തിട്ടുള്ളൂ എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. കേരളത്തിലെ ആരോഗ്യ മേഖല ലോകോത്തര നിലവാരം ഉയർത്തപ്പെടുന്നു. വിവിധങ്ങളായിട്ടുള്ള ജീവിതശൈലി രോഗങ്ങളും നമ്മുടെ മുമ്പിലേക്ക് അറിയപ്പെട്ടുകൊണ്ടിരിക്കുന്ന നിരവധിയായിട്ടുള്ള പുതിയ രോഗങ്ങളുടെയും കാരണം അന്വേഷിച്ചു പോകുന്ന ഏതൊരാൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് നമ്മുടെ സംസ്കാരം അറിയില്ല.
കൊണ്ടുവരിക, കൂടുതൽ ഉത്പാദനം ഉണ്ടാക്കുക, കൂടുതൽ സാമ്പത്തിക ഉണ്ടാക്കുക, നമ്മുടെ സാമ്പത്തികം മെച്ചപ്പെടുത്തുക. അതോടൊപ്പം തന്നെ നമ്മുടെ കേരളക്കാരെ രാജ്യത്തിനും ലോകത്തിനും മാതൃകയായ തരത്തിൽ കാർഷിക മേഖലയിലെ വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി. അതൊക്കെ തന്നെയും കേരളം നേടിയെടുത്ത ഏറ്റവും വൈഭവം നിറഞ്ഞ ഭരണം നടത്തി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ കൂട്ടുഗ്രാമം പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഈ വൈക്കം നിയോജക മണ്ഡലത്തില് നമുക്ക് ഈ പദ്ധതി ഈ വർഷം നടപ്പിലാക്കണം. ഏകദേശം 30,25,000 രൂപയാണ് ഈ പദ്ധതിക്ക് വേണ്ടി നമ്മൾ മാറ്റിവെച്ചിരിക്കുന്നത്. ഇതിൽ നമുക്ക് ഇതിന്റെ ഘടകങ്ങൾ എന്താണെന്ന് വെച്ചാൽ കടുത്തുരുത്തി റോട്ടറി ക്ലബ്ബിൽ മെമ്പർഷിപ്പ് ഡെവലപ്മെന്റ് സെമിനാർ നടന്നു. റോട്ടറി ക്ലബ്ബ് പ്രസിഡന്റ് ജോർജ് ജി മുരിക്കൻ അധ്യക്ഷത വഹിച്ചു. അസിസ്റ്റന്റ് ഗവർണർ ഡോക്ടർ ബിനു സി നായർ, സോണൽ മെമ്പർഷിപ്പ് ചെയർമാൻ എസ് ദിൻരാജ്, സെക്രട്ടറി അഡ്വക്കേറ്റ് ജോസ് ജോസഫ്, ചാർട്ടേഡ് പ്രസിഡന്റ് MU ബേബി തുടങ്ങിയവർ സംസാരിച്ചു. ഉയർന്ന മാർക്ക് ലഭിച്ച റോട്ടറി മെമ്പർമാരുടെ കുട്ടികളെയും സംസ്ഥാന ജൈവവൈവിധ്യ സംരക്ഷണ പുരസ്കാരം നേടിയ വിധു രാജീവിനെയും ചടങ്ങിൽ ആദരിച്ചു. ഹെഡായിട്ട് വരികയും അദ്ദേഹമായിട്ട് കൂടുതൽ JRCC എന്ന് പറയുന്ന ഒരു ഷോപ്പ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് നാട്ടിലോടിക്കാൻ സാധിക്കും. ഏതായാലും താല്പര്യക്കുറവൊന്നുമില്ല, ഇനി സമയമുണ്ട്, നമുക്ക് ആലോചിക്കാം. ക്ഷണിച്ച മുണ്ടക്കയം 35-ാം മൈൽ ബോയ്സ് സ്റ്റേഡിയം 27-ന് വൈകുന്നേരം 4-ന് മന്ത്രി MB രാജേഷ് ഉദ്ഘാടനം ചെയ്യും. ജില്ലാ പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 75 ലക്ഷം രൂപ ചെലവഴിച്ചാണ് സ്റ്റേഡിയത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കുന്നത്. പ്രതികൂല കാലാവസ്ഥ കൊണ്ട് ചെറിയ കാലതാമസം വരുത്തിയിട്ടുണ്ട്. സിന്തറ്റിക് ട്രാക്കും ഇരിപ്പിടവുമെല്ലാം സ്റ്റേഡിയത്തിൽ ക്രമീകരിക്കുന്നുണ്ട്. 2015-ൽ പെരുവന്താനം പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന KT ബിനുവിന്റെ നേതൃത്വത്തിൽ മലയോര മേഖലയിലെ കുട്ടികൾക്കായി കളിക്കൂട്ടം എന്ന പേരിൽ കായിക പരിശീലന പരിപാടി ആരംഭിച്ചു. കൂട്ടിക്കൽ, കൊക്കയാർ, മുണ്ടക്കയം, കോരുത്തോട്, പെരുവന്താനം പഞ്ചായത്തുകളിലെ കുട്ടികൾക്ക് അവധിക്കാലത്ത് കായിക പരിശീലനം നൽകുന്നതിനായിരുന്നു പദ്ധതി. നിരവധി കുട്ടികൾ ഈ പരിശീലന പരിപാടിയിൽ പങ്കാളികളായി. പിന്നീട് ഇത് ഹൈറേഞ്ച് സ്പോർട്സ് അക്കാദമി എന്ന പേരിൽ വിപുലീകരിച്ചു. ഇതോടെ ബോയ്സ് ഗ്രൗണ്ട് നവീകരിക്കണമെന്ന ആവശ്യമുയർന്നു. 2021-ൽ KT ബിനു ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായ ശേഷം ബോയ്സ് എസ്റ്റേറ്റ് ഗ്രൗണ്ടിന്റെ നവീകരണത്തിന് തുടക്കം കുറിച്ചു. ഇദ്ദേഹത്തിന്റെ ഇടപെടലിൽ കോഴിക്കോട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പാരിസൺസ് ഗ്രൂപ്പിന്റെ ഉടമസ്ഥതയിൽ കൊക്കയാർ പഞ്ചായത്തിലുള്ള ബോയ്സ് കളിസ്ഥലം ജില്ലാ പഞ്ചായത്തിന് സൗജന്യമായി കൈമാറുകയായിരുന്നു. വിഷൻ 2031 സഹകരണ വകുപ്പ് സെമിനാറിന്റെ സ്വാഗത സംഘം ഓഫീസ് തുറന്നു. ഏറ്റുമാനൂർ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ നഗരസഭാ ഓഫീസിന് സമീപമുള്ള ബിൽഡിംഗിൽ സ്വാഗത സംഘം ചെയർമാൻ സർക്കാർ ചീഫ് വിപ്പ് ഡോക്ടർ N ജയരാജ് ഉദ്ഘാടനം ചെയ്തു. ഏറ്റുമാനൂർ ഗ്രാൻഡ് അരീന കൺവെൻഷൻ സെന്ററിൽ ഒക്ടോബർ 28-നാണ് വിഷൻ 2031 സഹകരണ സെമിനാർ. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 2000 പേർ സെമിനാറിൽ പങ്കെടുക്കും. കേരള സംസ്ഥാനം രൂപീകൃതമായി 75 വർഷം 2031-ൽ പൂർത്തിയാകുന്നതിന്റെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ കൈവരിച്ച നേട്ടങ്ങൾ വിലയിരുത്തി ഭാവി വികസനം ആസൂത്രണം ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് വിവിധ മേഖലകളിലായി 33 വകുപ്പുകളുടെ നേതൃത്വത്തിൽ സംസ്ഥാനതല സെമിനാറുകൾ സംഘടിപ്പിക്കുന്നത്. വിദ്യാഭ്യാസ രംഗം ഉൾപ്പെടെയുള്ള മേഖല അങ്ങനെ കേരള മോഡൽ എന്ന് തന്നെ വിളിക്കാവുന്ന രീതിയിലേക്ക് ഒരു മോഡൽ നമ്മൾ രൂപപ്പെടുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നീട് വന്ന ഗവൺമെൻറ്റുകളുടെ കാലത്തൊക്കെ ഓരോരോ പ്രോഗ്രാമുകളും പദ്ധതികളൊക്കെ തന്നെ കൊണ്ടുവരും. പക്ഷേ ഇപ്പോൾ പുതിയ വെല്ലുവിളികൾ ഇന്നത്തെ കാലഘട്ടം നമുക്ക് കുറേ കൂടെ പ്രത്യേകിച്ച് ഈ ആഗോളവൽക്കരണത്തിൻ്റെയും അത്തരം കമ്പോളവൽക്കരണത്തിൻ്റെയൊക്കെ സാഹചര്യങ്ങൾ നേരത്തെ ഉണ്ടായ സാഹചര്യങ്ങൾ നേരെ വ്യത്യസ്തമായി നമ്മുടെ ആവശ്യകതകളും നമ്മുടെ പ്രതിസന്ധികളും നമ്മൾ നേരിടുന്ന വെല്ലുവിളികളും വ്യത്യസ്തമായി മാറിക്കൊണ്ടിരിക്കുന്നതാണ്. നമ്മുടെ കാഴ്ചപ്പാടുകൾ തന്നെ മാറ്റമുണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കാലത്തിനനുസരിച്ച് മാറുകയും പുതിയ ആശയങ്ങളെ രൂപീകരിക്കുകയും ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ദൗത്യമാണ്. യോഗത്തിൽ ജില്ലാ സഹകരണ ആശുപത്രി വൈസ് ചെയർമാൻ KN വേണുഗോപാൽ അധ്യക്ഷനായി. സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ KM രാധാകൃഷ്ണൻ, ജോയിന്റ് രജിസ്ട്രാർ PP സലിം, ജില്ലാ പഞ്ചായത്ത് അംഗം TN ഗിരീഷ്, കോട്ടയം അർബൻ ബാങ്ക് ബോർഡ് അംഗം ES ബിജു, ഡെപ്യൂട്ടി രജിസ്ട്രാർ KC വിജയകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.